ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് അറിയാം. നമ്മളിന്ന് നമ്മുടെ സെറ്റിന്റെ എക്സാമിന് ഏകദേശം എത്ര ആളുണ്ട്? കഷ്ടിച്ച് ഒരു എത്രയാണ് 20 ദിവസം ആ റൗണ്ടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പൊ 20 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സെറ്റ് എക്സാം എന്താണ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, എങ്ങനെയാണ് നമുക്ക് ഫുൾ സിലബസ് കവർ അപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ വീഡിയോ കറക്റ്റായിട്ട് കാണുക. ഫസ്റ്റ് നോക്കാം എന്താണ് നമുക്കറിയാം 15 ദിവസമാണ്. എത്ര യൂണിറ്റ് ഉണ്ട്? 6 യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ 6 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ യൂണിറ്റിലും ഒരുപോലെ ചോദ്യങ്ങൾ ചോദിക്കില്ല. ചില യൂണിറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, ചില യൂണിറ്റിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും, ചില യൂണിറ്റിൽ എന്താണ് കുറച്ച് പഠിക്കാനുണ്ടാവുള്ളൂ, പക്ഷെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് എന്താണ് ഒരു വലിയ സിലബസ് ആണ് ശരിക്കും നമുക്കുള്ളത്. നമുക്ക് ആകെ ചോദിക്കുന്നത് എത്രയാണ്? 80 ക്വസ്റ്റ്യൻസുമാണ്. ഈ 80 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ 1.5 മാർക്ക് വെച്ച് പഠിച്ച് എത്രയാണ്, എന്തൊക്കെ കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാവുന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് PYQs റിവൈസ് ചെയ്യാൻ അറിയാൻ പറ്റും. അപ്പോൾ ഈ 15 ദിവസം കൊണ്ട് PYQs മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫുൾ സിലബസ് കവർ അപ്പ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കുക എന്താണ്, ഫസ്റ്റ് ദിവസം നോക്കുക. ഡേ 1 എടുക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഫണ്ടമെന്റൽസ് തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം ഇപ്പോ കുറച്ച് ആളുകൾ പഠിക്കുന്നവരായാലും ഇപ്പോ ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവരായാലും ഒരിക്കലും നമ്മൾ ചാടിക്കറി ടോപ്പോളജി പഠിക്കാൻ പോയാൽ നമ്മൾ അപ്പം തന്നെ നമുക്ക് മടുക്കും അല്ലെ. ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നവർ ചാടിക്കറി ടോപ്പോളജി എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മടുപ്പുണ്ടാകാൻ വേറൊന്നും വേണ്ട. അതേ സമയത്ത് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പഠിച്ചാൽ എന്താണ്, നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അത് വേഗം പഠിച്ചെടുക്കുമ്പോൾ തന്നെ അതേ ഫ്ലോയിൽ തന്നെ നമുക്ക് എന്തിലേക്ക് കിടക്കാം, നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആയ റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് പോലത്തെ സെക്ഷനിലേക്ക് കിടക്കാം. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തിലേക്ക് കിടക്കാം, നമുക്ക് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നൊരു സെക്ഷനിലേക്ക് കിടക്കാം. ഒപ്പം തന്നെ എന്തിലേക്ക് കിടക്കാം, അബ്സ്ട്രാക്ട് ഓൾജിബ്ര കഴിഞ്ഞ അടുത്താണ് ലീനിയർ ഓൾജിബ്രയിലേക്ക് കിടക്കാം. ആ ഒരു പാറ്റേണിൽ പഠിച്ചു പോയാൽ എന്താണ്, നമുക്ക് 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫുൾ സിലബസും കവർ അപ്പ് ചെയ്ത് തീർക്കാം. നോക്കിയേ, ഫസ്റ്റ് ഡേ ആദ്യത്തെ 3 ദിവസം എന്തിനു മാറ്റി വയ്ക്കുക, ആദ്യത്തെ 3 ദിവസം എന്തിനു മാറ്റി വയ്ക്കണം, ഫണ്ടമെന്റൽസ് പഠിക്കാൻ മാറ്റി വയ്ക്കണം. കാരണം ഫണ്ടമെന്റൽസ് നമുക്ക് ഇഷ്ടംപോലെ ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഫോർമുലാസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ എന്താണ് അത്യാവശ്യം നല്ല ടൈം എടുക്കും. അത് കഴിഞ്ഞാണ് എന്തിലേക്ക് കിടക്കണ്ടേ, റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസും എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. റിയൽ അനാലിസിസ് നമുക്കറിയാം എന്താണ്, ബേസിക് ആയ കാര്യങ്ങളുണ്ട്, മെഷർ തിയറി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ഇതിലേക്ക് കിടക്കുക, മെഷർ തിയറിയിലേക്ക് കിടക്കുക. ഇൻ കോംപ്ലക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്, കോംപ്ലക്സിൽ ഫസ്റ്റ് എന്തിലേക്ക് കിടക്കുക, കോംപ്ലക്സ് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തെടുക്കണം, ബേസിക്സ് പഠിക്കുക. ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പകുതി സമാധാനമായി. പിന്നെ എന്തിലേക്ക് കിടക്കുക, ഈ റെസിഡ്യൂ പോലത്തെ ഇന്റഗ്രേഷൻ ടോപ്പിക്സിലേക്കൊക്കെ കടക്കുക. അതിനുശേഷം എന്താണ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ് ഒറ്റ ദിവസം കവറപ്പ് ചെയ്യാവുന്ന ടോപ്പിക്സ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. അതിനുശേഷമുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത്, ലീനിയർ ഓൾജിബ്ര. ലീനിയർ ഓൾജിബ്ര എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. ലീനിയർ ഓൾജിബ്രയുടെ ഓരോ കണ്ടന്റുകൾ നോക്കി കൃത്യമായി പഠിച്ചാൽ ഒരു 2 ദിവസം എടുത്താൽ തന്നെ കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലീനിയർ ഓൾജിബ്ര കവർ ചെയ്യാം. ലീനിയർ ഓൾജിബ്രയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറ്. അതിനുശേഷമാണെന്ത്, നമ്പർ തിയറിയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 5th യൂണിറ്റ്. 5th യൂണിറ്റ് എന്താണ്, നമുക്ക് പക്കയായിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ലാസ്റ്റ് യൂണിറ്റ് ആയ എന്താ, ടോപ്പോളജി. പൊതുവെ ചോദ്യങ്ങൾ കുറവാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയത് ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയുമാണ് എന്ത് നമുക്കൊരു ഒരു സ്റ്റഡി പ്ലാൻ രീതിയിൽ പറയാൻ പറ്റുക. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്താണ്, ബൂസ്റ്റർ ബാച്ച് എന്ന ഒരു സെക്ഷനുമായി കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. 15 ദിവസം 45 മണിക്കൂർ പെർ ഡേ 3 hours, അതായത് 1.5 അവർ എന്തിനാണ് ജനറൽ പേപ്പറിനും 1.5 അവർ എന്തിനാണ് ബൂസ്റ്റർ ബാച്ചിനും സബ്ജക്ട് പേപ്പറിനുമായിട്ടാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നത്. അപ്പോൾ ഈ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ എന്താണ്, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്താണ് 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോ എല്ലാവരും നന്നായി പഠിക്കുക. നന്നായി പഠിച്ചിട്ട് ഈ തവണത്തെ സെറ്റ് എല്ലാവരും നേടുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.